പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നും കർത്താവെ, അങ്ങ് അവനുമായി ഉടമ്പടി ചെയ്തുവെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ദിനം. കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അബ്രഹാമിനോട് അങ്ങ് ചെയ്ത ഉടമ്പടി നിൻ്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് മുഴുവൻ ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ നീ സമ്പൂർണമായിട്ടും നിൻ്റെ ഹിതം അനുവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ അബ്രഹാമിനെ പോലെ വിശ്വാസം സംരക്ഷിച്ച് പരിപാലിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇതാ കർത്താവെ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കണം. ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോഴും കാപട്യങ്ങൾ നിറഞ്ഞ വിശ്വാസങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുവാൻ ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഇതാ ഞങ്ങൾ ഓരോരുത്തരും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി മാറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറയുന്നത് പോലെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി മാറുവാൻ തക്കവിധം ഞങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളെ തന്നെ രൂപീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഇതാ കർത്താവെ, നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ഏറ്റെടുക്കണമേ. അബ്രഹാമുമായി ചെയ്ത ഉടമ്പടി പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നിത്യമായ ഉടമ്പടിയിൽ പങ്കാളികളാക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. നിത്യം പിതാവും പുത്രനുമായ സർവേശ്വരൻ ഞങ്ങളെവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.